നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആര് പറയുന്നതാണ് സത്യം? മോഷണക്കുറ്റം പിടിക്കപ്പെട്ടപ്പോൾ ജീവനക്കാരായിരുന്ന യുവതികൾ പുതിയ കഥകൾ സൃഷ്ടിക്കുന്നതാണ്. കൃഷ്ണകുമാറിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള പോലീസിന്റെ എഫ്ഐആർ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചതായും എഫ്ഐആറിൽ പറയുന്നു. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് പുതിയ ആരോപണങ്ങൾ. അതിനിടെ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയ കൃഷ്ണകുമാർ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായ ഇടപെടലല്ല ഉണ്ടായതെന്ന വിമർശനവുമായി രംഗത്തെത്തി. ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിൽ കവടിയാറിൽ പ്രവർത്തിക്കുന്ന ബൊട്ടിക്കിലെ 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത്. 69 ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം 3 വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ ആവർത്തിക്കുന്നു. അതേസമയം തങ്ങളെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതാണ് വീഡിയോ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതികൾ. പണം നഷ്ടപ്പെട്ടയാൾക്ക് അതിന്റെ വേദന മനസ്സിലാകുമെന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഈ വകുപ്പുകൾ ഇട്ടതോ എനിക്കെതിരെ ഇങ്ങനെ നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ ചാനലിൽ വന്നു, അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്ന്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇതിലുള്ള എഫ്ഐആറിന്റെ ഡീറ്റെയിൽ എന്താണെന്ന്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ്? ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ സാധാരണ കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്ര വലുതാക്കിയത്. കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ പോസ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു. അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. ചീറ്റിംഗ് കേസാണ്, റിമാൻഡിലാവേണ്ട കാര്യമാണ്. ആരോപണ വിധേയരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇടപാടുകളുടെ തെളിവുകൾ ലഭിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നു. അടുത്ത ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. തുടർന്നാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കൗണ്ടർ കേസിന്റെ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും എഫ്ഐആറിലുണ്ട്. താൻ ആദ്യം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനേക്കാൾ തിടുക്കത്തിലാണ് ആരോപണ വിധേയരുടെ കൗണ്ടർ കേസിൽ മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തുന്നതെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം.